നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ തുടർച്ചയാണ് ഈ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്പ് 6 വരെ നമ്മൾ പറഞ്ഞു. ടൈപ്പ് 5 വരെ പറഞ്ഞു. ഇനി അടുത്തത് ടൈപ്പ് 6 ആണ്. ടൈപ്പ് 6 എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ആയിരിക്കും, ഒരു പോളിനോമിയൽ ടേം ആയിരിക്കും ഈ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരിക. അപ്പോൾ പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് ടേമുകൾ വരുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ പോളിനോമിയൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. y ഡബിൾ പ്രൈം പ്ലസ് y ഈസ് ഈക്വൽ ടു 32x ക്യൂബ് എന്നൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ ആണ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ y ഡബിൾ പ്രൈം പ്ലസ് y എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 32x ക്യൂബ് എന്ന് ഇതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഡി എന്നുള്ളത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്, ഡി ബൈ ഡി എക്സ് ആണ്. ഇവിടെ ആർ ഓഫ് എക്സ് എന്താണ്? 32x ക്യൂബ് ആണ്. അപ്പോൾ ഈ ഒരു പോളിനോമിയലിന്റെ ഓർഡർ 3 ആണ്. അപ്പോൾ എന്തായിരുന്നു ഒരു പോളിനോമിയലിന്റെ ഓർഡർ എന്ന് പറയുന്നത്? ആ പോളിനോമിയലിൽ വേരിയബിൾ ഉണ്ടാവുമല്ലോ, ആ വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ അതിന്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ, അവിടെ വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ പവർ 3 ആണ്. ദെർഫോർ ഇതിന്റെ ഓർഡർ എന്നുള്ളത് എന്ത് വന്നു? 3 വന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, ഈ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഓർഡർ എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ ഓർഡർ എഴുതുക, എക്സ് ക്യൂബ്, എന്നിട്ട് അതിൽ നിന്നും താഴേക്കുള്ള എല്ലാ പവറുകളും എക്സിന്റെ ആ വേരിയബിൾ ഏതാണോ വന്നിട്ടുള്ളത് ആ വേരിയബിളിന്റെ കംപ്ലീറ്റ് പവറും അതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് പവർ 1, എക്സ് പവർ 0. അപ്പൊ ഈ 0 വരെയുള്ള കംപ്ലീറ്റ് എക്സിന്റെ പവറുകളും നിങ്ങൾ എഴുതണം. അപ്പൊ ഉദാഹരണത്തിന് ഇനിയിപ്പോ ഇവിടെ 3-ന് പകരം ഇവിടെ 4 വന്നതെന്നിരിക്കട്ടെ, ഇവിടെ 4 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പവർ 4, എക്സ് പവർ 3, എക്സ് പവർ 2, എക്സ് പവർ 1, എക്സ് പവർ 0 അങ്ങനെ എഴുതണം. ഇനി എന്തിനാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ നമ്മളിവിടെ ഇനി ഇതിന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇത് y പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു, നോക്കുക, എക്സ് ക്യൂബിന്റെ കൂടെ C1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ C1 എക്സ് ക്യൂബ് പ്ലസ് C2 എക്സ് സ്ക്വയർ പ്ലസ് C3 എക്സ് പ്ലസ് C4. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് ഇതിന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ C1, C2, C3, C4 എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ C1, C2, C3, C4 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ചെയ്തത് എന്താണെന്ന് വ്യക്തമായി കാണും. അപ്പോൾ ആദ്യം ഇതിന്റെ ഓർഡർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം എത്രയാണോ ആ ഹയസ്റ്റ് ഓർഡർ അവിടെ തൊട്ട് 0 വരെയുള്ള ആ വേരിയബിളിന്റെ പവറുകൾ എഴുതുക. എന്നിട്ട് ഹയസ്റ്റ് പവർ ഇൻറ്റു C1 പ്ലസ് C2 ഇൻറ്റു ഇവിടത്തെ ആണെങ്കിൽ എക്സ് സ്ക്വയർ, പിന്നെ C3 എക്സ് പ്ലസ് C4. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3ക്ക് പകരം ഇവിടെ 4 ആയിരുന്നു വന്നിരുന്നതെങ്കിൽ എങ്ങനെ വന്നേനെ? C1 എക്സ് പവർ 4 പ്ലസ് C2 എക്സ് ക്യൂബ് പ്ലസ് C3 എക്സ് സ്ക്വയർ പ്ലസ് C4 എക്സ് പ്ലസ് C5. അങ്ങനെ വലിയൊരു പോളിനോമിയലിന്റെ രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ ആയിരിക്കും ഇതിന് വരിക. അപ്പം ഇനി ചെയ്യേണ്ട കാര്യം നോക്കുക. Now this is the solution of our differential equation. അപ്പം നമുക്കിപ്പോൾ സൊല്യൂഷൻ കിട്ടി. ബട്ട് C1, C2, C3, C4 എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇനി y പ്രൈം കണ്ടുപിടിക്കുക. y പ്രൈം ഇപ്പൊ ഇവിടെ y എന്നുള്ളത് ഇതാണല്ലോ, y പെർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ആക്ച്വലി ഇപ്പൊ ഇത് y എന്നുള്ളത് സൊല്യൂഷൻ ആണല്ലോ. അപ്പൊ ഈ സൊല്യൂഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടണം? 32x ക്യൂബ് കിട്ടണം, അല്ലെ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വൈയുടെ വാല്യൂ ആണ്. വൈയുടെ വാല്യൂ ആണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ. ആ വൈയുടെ വാല്യൂയുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ആ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും ലഭിക്കുക? 32x ക്യൂബ് ആയിരിക്കും വരുന്നത്. അപ്പം വൈ പെർട്ടിക്കുലർ ഇന്റഗ്രലും ഇൻഡിവിജ്വലി അതിന്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ഇതിപ്പോ കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഇതുമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 32x ക്യൂബ് കിട്ടണം. അപ്പോൾ
ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ 32x³ ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ C1 C2 C3 C4ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ രീതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ y ഉണ്ട്, അതേപോലെ y ഡബിൾ പ്രൈം ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പം എന്തൊക്കെ ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ y ഓൾറെഡി നമുക്കറിയാം, ഇതാണ് y പർട്ടിക്കുലർ ഇന്റഗ്രൽ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ ആദ്യം കണ്ടുപിടിക്കുന്നു, അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ y ഡബിൾ പ്രൈമിന് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ y എന്നുള്ളത് എന്തായിരുന്നു? ഓക്കെ, വൈയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. y ഡബിൾ പ്രൈമിനോട് ലാസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, എല്ലാം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, 6c1x എന്നുള്ളത് ഓക്കെ y ഡബിൾ പ്രൈം ആണ്. 6c1x പ്ലസ് 2c2. അപ്പോൾ y ഡബിൾ പ്രൈം ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇവിടെ ഈ ആദ്യത്തെ രണ്ട് ടേമുകൾ y ഡബിൾ പ്രൈമിൻ്റെതാണ്. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്തിൻ്റെതാണ്? വൈയുടെ ആണ്. അത് ഈ y പർട്ടിക്കുലർ ഇന്റഗ്രൽ അങ്ങോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. C1 ഇൻറ്റു x³ പ്ലസ് C2x² പ്ലസ് C3x പ്ലസ് C4 32x³. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ ഒരേ കളർ ചെയ്യും. 6c1x അതേപോലെ C3x. ഇങ്ങനെ എക്സിന്റെ കോഎഫിഷ്യന്റുകളൊക്കെ ഒരുമിച്ചാക്കുക. അതേപോലെ കോൺസ്റ്റന്റുകൾ, ഇവിടെ 2c2 കോൺസ്റ്റന്റ് ആണ്, C4ഉം കോൺസ്റ്റന്റ് ആണ്, അതിനെ ഒരുമിച്ചാക്കുക. പിന്നെ C1x³ ഹയസ്റ്റ് പവർ x³ ആണ്, പിന്നെ x² ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരെയും ക്ലബ് ചെയ്യുക. ഓക്കെ, അപ്പം താഴെ എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്ന കുറച്ചുകൂടി ഓർഡേഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്. C1x³ പ്ലസ് C2x² പ്ലസ് x ഇൻറ്റു 6c1 പ്ലസ് C3 പ്ലസ് C4 പ്ലസ് 2c2 ഈസ് ഈക്വൽ ടു 32x³. ശരി, ഇനി ചെയ്യേണ്ട കാര്യം, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ x³ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് 32, ഇവിടെയും x³ ഉണ്ട്. x³ കോഎഫിഷ്യന്റ് C1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? C1 ഈസ് ഈക്വൽ ടു 32 എന്ന് പറയാം. അതേപോലെ C2, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ x² ഉണ്ടോ? ഇല്ല. C2യുടെ വാല്യൂ 0 ആണ്. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ടേം ഉണ്ടോ? അല്ലെങ്കിൽ എക്സ് ടേം ഇല്ല. അതിന്റെ അർത്ഥം എക്സിന്റെ കൂടെ വന്നിരിക്കുന്നത് 0 ആണെന്നാണ്. അപ്പം 6c1 പ്ലസ് C3 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ C4 പ്ലസ് 2c2 അതും 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ അതാണ്. ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യന്റ് C1ന്റെ വാല്യൂ 32 കിട്ടി, C2 0 ആണ്, 6c1 പ്ലസ് C3 എന്നുള്ളത് 0 ആണ്. പക്ഷേ C1ന്റെ വാല്യൂ 32 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. therefore അതിൽ നിന്നും C3യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. which is equal to minus 6 into 32 which is equal to 192 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി ആ കോൺസ്റ്റന്റ് C4 പ്ലസ് 2c2യുടെ വാല്യൂ 0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ C2യുടെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. therefore C4ന്റെ വാല്യൂ 0 ആണ്. അപ്പം ഫൈനലി y പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കിട്ടി? which is equal to 32x³ പ്ലസ് മൈനസ് ഓഫ് 192x. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ C1 C2 C3 C4ന്റെ വാല്യൂ കിട്ടി. ഇനി ചെയ്യുന്നത്, ഈ C1 C2 C3 C4ന്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴാണ് ഈ y പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവിടെ ലഭിക്കുന്നത്. which is equal to 32x³ മൈനസ് 192x. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പോളിനോമിയൽ ആണ് വരുന്നതെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതെങ്കിൽ, ആദ്യം ഈ പറഞ്ഞ പോലെ അതിന്റെ ഹയസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കുക. ശേഷം അവിടെ നിന്ന് 0 വരെയുള്ള അതിന്റെ വേരിയബിളിന്റെ കംപ്ലീറ്റ് പവറുകളും എഴുതുക. ശേഷം C1 C2 C3 C4 C5 അല്ലെങ്കിൽ എത്രയാണോ അതിന്റെ ഓർഡർ അതിനനുസരിച്ചിട്ടുള്ള കോഎഫിഷ്യന്റുകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിനൊരു പോളിനോമിയലാക്കി മാറ്റുക. ശേഷം അതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then ഇക്വേറ്റ് ചെയ്യുക. LHS RHS ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു ഹോംവർക്ക്, 2 ഹോംവർക്ക്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. ഹാവ് വേരിയബിൾ കോഎഫിഷ്യൻസ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളിലും കോൺസ്റ്റൻസ് ആയിട്ടുള്ള കോഎഫിഷ്യന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി ആ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളിലുള്ള
കോഎഫിഷ്യന്റുകൾ വേരിയബിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ. അപ്പോൾ കോഎഫിഷ്യൻസ് വേരിയബിൾ ആകുവാണെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഏത്? ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ ഓഫ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് വേരിയബിൾ. അപ്പോൾ ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത, ഓരോ ഡെറിവേറ്റീവ്, ഇപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ മീൻസ് ഓരോ ടേമിലും ഡെറിവേറ്റീവുകൾ ഉണ്ടാകുമല്ലോ. അപ്പം ആ ഡെറിവേറ്റീവ് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പവർ, അതായത് അതിന്റെ കൂടെ വന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് ഇവിടെ വേരിയബിൾ ആണ്, ആ വേരിയബിളിന്റെ പവറും 1 ആയിരിക്കും. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ കൂടെ വന്നിരിക്കുന്ന വേരിയബിളിന്റെ പവറും 2 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു പ്രത്യേകത കൂടി ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അപ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓയിലർ കോഷി ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗം കൂടിയാണത്. അപ്പൊ അതിന്റെ ജനറൽ ഫോം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. A0 into x² into y double prime plus A1 into xy prime plus A2 into x power 0 y is equal to r of x. അപ്പോൾ ഇവിടെ A0, A1, A2 എന്നുള്ളതൊക്കെ സാധാരണ കോൺസ്റ്റന്റുകളാണ്. അപ്പോൾ ഇവിടെ y ഡബിൾ പ്രൈം നോക്കുക, y ഡബിൾ പ്രൈം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അതിന്റെ കൂടെ വന്നിരിക്കുന്ന കോഎഫിഷ്യന്റ്. A0 ഒരു കോഎഫിഷ്യന്റ് ആണ്, ഇത് അതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റും വരാം, കോൺസ്റ്റന്റ് വരാൻ പാടില്ലെന്നൊന്നും പറയുന്നില്ല. A0 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ കൂടെ x² വന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ പവർ നോക്കിയാൽ 2 ആണ്. അപ്പൊ ഇവിടെ y സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ കൂടെ വന്നിരിക്കുന്നത് എക്സിന്റെ എക്സ് പവർ 2 ആണ്. അതേപോലെ ഇവിടെ y പ്രൈം, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂടെ വന്നിരിക്കുന്ന വേരിയബിൾ കോഎഫിഷ്യന്റ് ആയ എക്സിന്റെ പവർ നോക്കിക്കേ, അത് എത്രയാണ്? അതിന്റെ പവറും 1 ആണ്. അതേപോലെ ഇവിടെ വെറും y മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, ഡെറിവേറ്റീവ് ഇല്ല. ദെർഫോർ അതിന്റെ കൂടെ വന്നിരിക്കുന്ന വേരിയബിൾ കോഎഫിഷ്യന്റ് ആയ എക്സിന്റെ പവറും 0 ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് തൊട്ട് മുന്നേ പറഞ്ഞത്, ഓർഡർ ഓഫ് ദി ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് വേരിയബിൾ എന്നത്. അപ്പം ഈ ഒരു ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നുള്ളത് ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷനും, ഇവിടെ CI അല്ല CF ആണ്. ഓക്കെ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇന്റഗ്രൽ, ഈ രീതിയിലായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരിക. അതായത് സാധാരണ നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണോ ആ രീതി തന്നെയായിരിക്കും ഇതിന്റെയും സൊല്യൂഷൻ വരിക. അപ്പോൾ ഇതിന് അതായത് നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇൻ ടേംസ് ഓഫ് ഡി എഴുതിയേക്കാണ്. നേരത്തെ y ഡബിൾ പ്രൈം ആയിരുന്നുവല്ലോ വന്നിരുന്നത്. അപ്പൊ അതിന് പകരം ഇവിടെ എല്ലാ ടേമിലുള്ള y കോമൺ ആയിട്ട് വെളിയിലെടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇസ് ഈക്വൽ ടു r ഓഫ് x. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ എക്സിന് e⁻t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ എക്സ് എന്നത് ആരായിരുന്നു? വേരിയബിൾ ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ആയിരുന്നു. അപ്പൊ വേരിയബിൾ ആയിട്ടുള്ള കോഎഫിഷ്യന്റിന് e⁻t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ലോഗരിതം ഓഫ് എക്സ്, നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? t എന്ന് വരും. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റിംഗ്, അതായത് ലോഗരിതം ഓഫ് എക്സ്, നാച്ചുറൽ ലോഗ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റീവ് ആണ്. അപ്പൊ എന്ത് കിട്ടും? 1/x into dx is equal to dt. അല്ല എങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? 1/x is equal to dt/dx എന്ന് എഴുതാം. ശരി, അതവിടെ നിൽക്കട്ടെ. സോ ഡി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു d/dx ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ d/dx എന്നുള്ളതിനെ d/dt into dt/dx എന്ന് എഴുതുവാണ്. അപ്പൊ ഇവിടെ നോക്കി, ഡിടിയും ഇവിടുത്തെ ഡിടിയും, അതായത് ഈ ഡിടിയും ഇവിടുത്തെ ഈ ഡിടിയും ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോഴും എന്താ വരിക? d/dx ആണ് വരുന്നത്. ശരി, d/dx ആണ് വരുന്നത്. അപ്പൊ d/dxനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ d/dt into dt/dx. പക്ഷെ ഇവിടെ നേരത്തെ നമുക്ക് dt/dxനുള്ള എക്സ്പ്രഷൻ കിട്ടി. എന്തായിരുന്നു അത്? 1/x ആണ്. അപ്പം ഇവിടെ dt/dxന് പകരം 1/x ഇട്ട് കൊടുക്കുക. അപ്പൊ 1/x into d/dt എന്നൊരു എക്സ്പ്രഷൻ കിട്ടി. എന്തിന്? ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയ ഡിക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ, ഇവിടെ എക്സ് ഉണ്ടല്ലോ, ഈ എക്സിനെ ഈ ഡിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? എക്സ് ഇൻറ്റു ഡി ഇറ്റ് ഈസ് ഈക്വൽ ടു d/dt എന്ന് വരും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ഈ ഇക്വേഷനിൽ ഒരു എക്സ് ഇൻറ്റു ഡി ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഅറേഞ്ച്മെന്റ് നമ്മളിപ്പോൾ നടത്തിയത്. അപ്പൊ എക്സ് ഇൻറ്റു ഡിക്ക് എന്ത് കിട്ടി? d/dt എന്ന് കിട്ടി. അതേപോലെ ഇനി അടുത്തത് d² കാര്യമാണ്. d² എന്നുള്ളത് എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ്, d²/dx² ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് d/dx. ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ്
1/x ഇൻറ്റു ഡി ബൈ ഡി ടി. അതായത് നേരത്തെ നമ്മൾ എഴുതിയായിരുന്നു ഈ ഡി ബൈ ഡി എക്സ് എന്നുള്ളത് എന്തായിരുന്നു 1/x ഇൻറ്റു ഡി ബൈ ഡി ടി ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡി ബൈ ഡി എക്സിന് പകരം 1/x ഇൻറ്റു ഡി ബൈ ഡി ടി. ഇനി ചെയ്യാൻ പോകുന്നത് നോക്കുക 1/x ഇൻറ്റു ഡി ബൈ ഡി ടി ആണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് സം എന്താണ് പ്രോഡക്റ്റ് ഓഫ് ടു രണ്ട് 1/xന്റെയും ഡി ബൈ ഡി ടിയുടെയും പ്രോഡക്റ്റ് ആണല്ലോ ഉള്ളിൽ വന്നിരിക്കുന്നത്. Therefore അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ടി പ്ലസ് 1/x അവിടെ നിർത്തിയിട്ട് ഡി ബൈ ഡി ടിയുടെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കുക, ഫസ്റ്റ് ടേമിന് യാതൊരുവിധ മാറ്റം വരുത്തിയിട്ടില്ല. സെക്കൻഡ് ടേമിൽ ഒരു ഡി ബൈ ഡി എക്സ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഡി ബൈ ഡി എക്സ്. ഈ ഡി ബൈ ഡി എക്സിന് പകരം ഞാനിവിടെ 1/x ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഡി ബൈ ഡി എക്സിന് 1/x ഇൻറ്റു ഡി ബൈ ഡി ടി. അതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ 1/x ഇൻറ്റു 1/x സ്ക്വയർ വരും. ഡി ബൈ ഡി ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇനി നമ്മളിപ്പോ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഡി സ്ക്വയറിനുള്ള എക്സ്പ്രഷൻ അല്ലായിരുന്നോ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഡി സ്ക്വയറിന്? അപ്പോൾ അത് വീണ്ടും ഞാൻ ഡി സ്ക്വയർ ഇവിടെ എഴുതുവാണ്. ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/x സ്ക്വയർ. നോക്കാം, ഇവിടെ 1/x സ്ക്വയർ ഉണ്ട്, അതേപോലെ ഇവിടെയും 1/x സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1/x സ്ക്വയറിനെ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. Therefore 1/x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി. ഇവിടെ നെഗറ്റീവ് വന്നിട്ടുള്ളത് ഡി ബൈ ഡി ടിക്കാണ്. സോ അതിനെ ഞാൻ സെക്കൻഡ് ടേം ആക്കി എഴുതി. അപ്പോൾ ഇവിടെ 1/x സ്ക്വയർ, ഈ എക്സ് സ്ക്വയർ ഇവിടെ കോമൺ ആണല്ലോ. ഈ എക്സ് സ്ക്വയറിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഡി സ്ക്വയറിന്റെ കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. Therefore എനിക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി. അപ്പം ഈ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഇവിടെ ഞാൻ ഡി സ്ക്വയർ ഇട്ടിട്ടില്ല, ഇവിടെ ഒരു ഡി സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം ഈ ഒരു എക്സ് സ്ക്വയർ ഡി സ്ക്വയറിന് പകരം ഇപ്പൊ കണ്ടുപിടിച്ച ആ ഒരു കാര്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി. എക്സ് ഇൻറ്റു ഡിക്ക് എന്താ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ഡി ബൈ ഡി ടി ആയിരുന്നു. ഓക്കെ, ഇതുണ്ട് ഡി ബൈ ഡി ടി ഇവിടെ. അപ്പം എക്സ് ഇൻറ്റു ഡിക്കും എക്സ് സ്ക്വയർ ഡി സ്ക്വയറിനും ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി വിത്ത് റെസ്പെക്ട് ടു ടി. ഇതൊക്കെ നമ്മൾ ചെയ്തത് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. 2x സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ പ്രൈം പ്ലസ് 3x വൈ പ്രൈം മൈനസ് 3y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേരിയബിൾസ് ആയിട്ടുള്ള കോയിഫിഷ്യന്റുകളാണ് വന്നിട്ടുള്ളത്. വൈ ഡബിൾ പ്രൈമിന്റെ കൂടെ എക്സ് സ്ക്വയർ, രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. അതേപോലെ 3xy, വൈ പ്രൈമിന്റെ കൂടെ വന്നിരിക്കുന്നത് എക്സ് ആണ്, എക്സിന്റെ പവർ 1 ആണ്. അതേപോലെ വൈയുടെ കൂടെ വന്നിരിക്കുന്നത് എക്സ് പവർ 0 ആണ്. അപ്പൊ ഇതിന് ഈ വൈ ഡബിൾ പ്രൈം എന്നുള്ളതൊക്കെ മാറ്റി ഡി സ്ക്വയർ എന്നുള്ള രൂപത്തിൽ മാറ്റി എഴുതുവാണ്. അപ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ പ്ലസ് 3xd മൈനസ് 3 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടി. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ലെറ്റ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്ന് കൊടുക്കുന്നു. ഓൾസോ എക്സ് ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയാണ്? ഡി ബൈ ഡി ടി ആണ്. അതേപോലെ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി ആണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം 2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി മൈനസ് 3y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 3t. നമുക്ക് ഇ റൈസ് ടു 3t വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ് പവർ 3 എന്നല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ ഇ റൈസ് ടു ടി ആണ്. Therefore എക്സ് ക്യൂബ് എന്നുള്ളത് ഇ റൈസ് ടു 3t എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ ഇ റൈസ് ടു 3t വന്നത്. ഓക്കെ, ഇനി ചെയ്യുന്നത് നോക്കുക. അതായത് 2d സ്ക്വയർ പ്ലസ് d മൈനസ് 3, അതായത് ഈ ഒരു ടേം തന്നെ ഈസ് ഈക്വൽ ടു 3t. അപ്പം ഇ റൈസ് ടു 3t എന്നാണ് ഇവിടെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മറ്റേ ആർ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്ന ഫോമാണ് നമ്മുടെ ടൈപ്പ് 1. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നുള്ളത് സാധാരണ ഇതൊരു ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത രീതി തന്നെയാണ്. രണ്ട് റൂട്ടുകൾ ഇവിടെ വരും. d1 ഈസിക്കൽ ടു 1 d2 ഈസിക്കൽ ടു മൈനസ് 3/2 എന്നും വരും. നിങ്ങൾക്കിത് ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മറ്റേ എക്സ് ഈക്വൽ ടു മൈനസ് ബി മറ്റേ ഡിസ്ക്രിമിനന്റ് വെച്ചിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ
അപ്പോൾ റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണ്. therefore y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ a raised to t plus b raised to minus 3/2 എന്നുള്ളത് കിട്ടി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടിയുടെ ടേംസിലായിരിക്കും ആൻസർ നമുക്ക് കിട്ടുക. അതിനെ വീണ്ടും എക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഫൈനൽ ആൻസർ എക്സിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഇത് വന്നത് കൊണ്ടാണ് ഇപ്പൊ d²y/dt² d² എന്ന് ക്യാപിറ്റൽ D² എന്ന് എഴുതാൻ പറ്റി. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടിയത് ഈ ഒരു x ഇൻറ്റു ഡി, അതേപോലെ x² d², അതേപോലെ x = e⁻t എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇത് ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ മാത്രം കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് യാതൊരു വിധത്തിലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വന്നതാണ് നമ്മളിവിടെ ഇത്തരം സബ്സ്റ്റിറ്റ്യൂഷൻസിലൂടെ. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് തിരിച്ച് അതിനെ പഴയ രൂപത്തിലാക്കാനും മറക്കരുത്. അപ്പം ഇവിടെ e⁻t ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ e⁻tക്ക് പകരം x ആണ് വരുന്നത്. ഇവിടെ e⁻−3/2t ആണ്. therefore which is equal to x⁻−3/2 എന്നും വരും. അപ്പോൾ ഇതുവരെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടി കണ്ടുപിടിക്കണം. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതും നമുക്കറിയാം എന്താണ്, e⁻3t/2d² പ്ലസ് d-3 ടൈപ്പ് 1. അപ്പം ടൈപ്പ് 1 ഇവിടെ എയുടെ വാല്യൂ എത്രയാണോ അത് ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്റർ 0 ആകുമോ ഇല്ലയോ എന്ന് നോക്കുക. ഡിനോമിനേറ്റർ നോൺ സീറോ ആണ്. therefore ആ വാല്യൂ എഴുതുക, which is equal to പർട്ടിക്കുലർ ഇന്റഗ്രൽ. എന്നിട്ട് ഇവിടെയും എക്സിന്റെ ടേംസിലാണ് ആൻസർ. ഓക്കെ, ഒരു എക്സിലല്ല വരുന്നത്, e⁻3t എന്നാണ് വരുന്നത്. ആ e⁻3t എന്താക്കി മാറ്റണം, എക്സ് ആക്കി മാറ്റണം. e⁻t x ആണ്. therefore e⁻3t എന്നുള്ളത് x³ ആണ്. എന്നിട്ട് ഫൈനലി അതിന്റെ ഫൈനൽ സൊല്യൂഷൻ ycf plus ypi which is equal to ax plus bx power minus 3/2 plus x³/18. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ഹോംവർക്ക്സ് നോക്കുക. x² y" minus 5xy' plus 13y is equal to 30x². ഇത് രണ്ടും ഓയിലർ കോച്ചി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് രണ്ടും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കുക, ഇത് 30x² ആണ്, പോളിനോമിയൽ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ log x ആണ്. log x വരുമ്പോൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സീക്ക് അതേപോലെ, അതായത് സൈൻ എക്സും കോസ് എക്സും ഒഴികെ ബാക്കി എന്ത് വന്നാലും ചെയ്യേണ്ട ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്.